കൂട്ടായ്മ പങ്കിടുക. എബ്രായ ലേഖനം 13-ാം അധ്യായം 7 മുതൽ 17 വരെ. ധ്യാനത്തിനായിട്ട് 16-ാം വാക്യം. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഒരിക്കലൊരു യുവാവ് പട്ടണ പ്രാന്തത്തിൽ താമസിക്കുന്ന മിസസ് ജോൺസൻ്റെ വീട്ടിലേക്ക് പോയി. കണ്ണാടിക്കടലാസിൽ ഭംഗിയായി പാക്ക് ചെയ്ത ഒരു പൊതിയുണ്ടായിരുന്നു കാറിൽ. പള്ളിയിൽ നിന്ന് മിസസ് ജോൺസന് കൊടുത്തയച്ചതായിരുന്നു ആ പൊതി. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണാവസ്ഥയിലും ഏകാന്തതയിലും കഴിയുന്നവർക്ക് വിശേഷ ദിവസങ്ങളിൽ ഇത്തരം സമ്മാനങ്ങൾ കൊടുത്തയക്കുന്ന പതിവ് ആ പള്ളിയിലുണ്ടായിരുന്നു. മിസസ് ജോൺസൺ ആ യുവാവിൻ്റെ വന്യ ഗുരുഭൂത കൂടിയേ ആയിരുന്നു. തനിക്ക് ബാങ്കിലും പോസ്റ്റ് ഓഫീസിനും മറ്റും പോകേണ്ടിയിരുന്നതിനാൽ അല്പം തിടുക്കത്തിലായിരുന്നു അദ്ദേഹം. അയാൾ മിസസ് ജോൺസൻ്റെ വാതിലിൽ മുട്ടി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നു. അവർ ആളാകെ മാറിയിരിക്കുന്നു. പഞ്ഞി പോലെ വെളുത്ത മുടി, വൈദവ്യ ദുഃഖത്തിൻ്റെ ഉഴവുചാലുകൾ മുഖത്ത് ചുളിവുകൾ അവശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിലും വശ്യസുന്ദരമായ പണ്ടത്തെ പുഞ്ചിരി മാത്രം കൈമോശം വന്നിട്ടില്ല. ഏകാന്തതയുടെ തടവുമുറിയിൽ കഴിയുകയായിരുന്നെങ്കിലും തൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയെ കണ്ടപ്പോൾ അവർ പണ്ടത്തെ മിസസ് ജോൺസനായി മാറി. അവർ അയാളെ സോഫയിൽ പിടിച്ചിരുത്തി സംഭാഷണം ആരംഭിച്ചു. ഇവിടെ തനിച്ച് താമസിക്കുന്നതിന് ഭയമില്ലേ എന്ന് യുവാവ് ചോദിച്ചു. എനിക്ക് ഭയമില്ല. വീട്ടിലും പൂന്തോട്ടത്തിലും എല്ലാം നടക്കുമ്പോൾ ഭർത്താവ് എന്നോട് കൂടെ ഉണ്ട് എന്നാണ് എൻ്റെ വിചാരം, അവർ പറഞ്ഞു. ഇതിനിടയ്ക്ക് തനിക്ക് പോകാൻ തിടുക്കമുള്ളതുകൊണ്ട് അയാൾ യാത്ര പറയാൻ ഭാവിച്ചു. ഇരിക്കൂ, എൻ്റെ കൂടെ ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോകാം. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ച് മടുത്തു. പോസ്റ്റ് ഓഫീസിൽ പോകുന്നതിനേക്കാൾ ആവശ്യം അവരോട് കൂടെ അല്പസമയം ചെലവഴിക്കുന്നതാണെന്ന് അയാൾക്ക് തോന്നി. കാപ്പി ഉണ്ടാക്കാൻ ആ യുവാവ് അവരെ സഹായിച്ചു. അതിനിടയ്ക്ക് തുറക്കാതെ ഷെൽഫിൽ ഇരിക്കുന്ന പല സമ്മാനപ്പൊതികളും അയാൾ കാണുന്നതിന് ഇടയായി. അതിലൊന്ന് എടുത്ത് തുറന്നു. നമുക്കിത് കഴിക്കാം എന്നയാൾ പറഞ്ഞു. അവർ ഒരുമിച്ച് അത് കഴിച്ചു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എത്ര ആസ്വാദികരമാണ് എന്ന് അവർ തുടർന്ന് പറഞ്ഞു. റീഡേഴ്സ് ഡൈജസ്റ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ഈ സംഭവകഥ ഏകാന്തതയിലിരിക്കുന്നവർക്ക് കൂട്ടായ്മ നൽകേണ്ടതിൻ്റെ ആവശ്യകതയെ അനുസ്മരിപ്പിക്കുന്നു. തൻ്റെ സ്നേഹിതന്മാരിൽ അധിക പങ്കും 60ഉം 70ഉം കഴിഞ്ഞവരാണെന്ന് ഒരിക്കൽ ഒരു മധ്യവയസ്കൻ പറയുകയുണ്ടായി. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണത്തിലും രോഗത്തിനും ഇരിക്കുന്നവരെയും വിഭാര്യന്മാരെയും വൈദവ്യ ദുഃഖത്തിലിരിക്കുന്നവരെയും മറ്റും ചെന്ന് കാണുകയും അവരുടെ വേദനകളിൽ പങ്കുചേരുകയും ചെയ്യുക അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. സ്നേഹം പങ്കിടുന്നതിനേക്കാൾ ഉദാത്തമായ സേവനമില്ലെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. നമ്മുടെ ചുറ്റും എത്രയോ മിസസ് ജോൺസന്മാരുണ്ട്. ഏകാന്തതയിൽ കഴിയുന്ന ഇക്കൂട്ടരെ വല്ലപ്പോഴും പോയി കാണുകയോ ജന്മദിന മംഗളം ആശംസിക്കുകയോ ഒരു പന്നീർപ്പുവെങ്കിലും സമ്മാനിക്കുകയോ ചെയ്യുന്നവർ നമ്മിൽ എത്ര പേരുണ്ട്? ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മഹത്തായ ഒരു മതധർമ്മമാണ് നിറവേറുന്നത്. നാം നൽകുന്ന സമ്മാനമോ സംഭാവനകളോ അല്ല വിലപ്പെട്ടത്. പ്രത്യേകത ഏകാന്തതയിൽ കഴിയുന്ന ദുഃഖിതരോടും പീഡിതരോടും കൂടി ചെലവഴിക്കുന്ന അല്പസമയമാണ് മഹത്തരമായിട്ടുള്ളത്. ഓർക്കണമേ, വലിയവർ തങ്ങളുടെ മഹത്വം പ്രകടിപ്പിക്കുന്നത് എളിയവരെ പരിചരിക്കുന്നതിലൂടെയാണ്. ഫിലിപ്പിയ ലേഖനം 1:5. ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.